അസ്സലാമലൈക്കും എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു മിൻസ്ഡ് ബീഫ് കൊണ്ടുള്ള ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിനായി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ ക്യാരറ്റും ഒരു പൊട്ടാറ്റോയും കൂടി നമ്മൾ വേവിച്ചെടുക്കുകയാണ്. കാരണം ഇതിൽ സോസായിട്ട് ആഡ് ചെയ്യുന്നത് ഈ വെജിറ്റബിൾസാണ്. പാസ്തയുടെ ഏത് ഫ്ലേവർ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഉപ്പിട്ട് നന്നായിട്ട് വേവിക്കുക, ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ വെന്ത ശേഷം ചൂടാറിയപ്പോൾ അതൊരു പാത്രത്തിലെടുത്തു. ഇനി അത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി മിൻസ്ഡ് മീറ്റ് എടുക്കുക വേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫാറ്റൊക്കെ മാറ്റി വെച്ചിട്ട് വെറും ഫ്രഷ് ആയിട്ടുള്ള ചണ്ടി ആയിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അരച്ചെടുത്തു, ഉപ്പ് ചേർത്തിട്ട്. എന്നിട്ട് ചൂടുള്ള ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഈ ഫാറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മീറ്റ് പോർഷൻ ആണെങ്കിൽ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഫാറ്റ് ഒഴിവാക്കാൻ പറഞ്ഞത്. അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള മീറ്റ് ആണെങ്കിൽ വേഗം കുക്കായി കിട്ടും. മീറ്റ് നന്നായി കുക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് വലിയ ജീരകപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ ഇവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ വെന്തും തോന്നിയാൽ എന്ത് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും ഒരു വലിയ സവാള നന്നായിട്ട് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, അതാണ് ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടുക. അല്ലെങ്കിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത് വെന്ത ശേഷം 1 കപ്പ് പാല്, അത് പാല് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. കാരണം നന്നായിട്ട് കട്ടയൊക്കെ ഉടഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കി പാലും ചേർത്ത് കൊടുത്തു. നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ എന്ത് ചെയ്യുക, അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ വേണമെങ്കിൽ പാലിൻ്റെ എമൗണ്ട് കുറച്ച് പച്ചക്കറിയുടെ എമൗണ്ട് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ആ ക്യാരറ്റിൻ്റെ ചോയ ഇഷ്ടമില്ല എന്നുള്ളവർക്കാണ് ഈ പാലും 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഉപ്പൊക്കെ നോക്കി ഉപ്പും ഒറിഗാനോ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഈ സോസ് ഉണ്ടാക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഉണ്ടാക്കുക. ശേഷം ഒരു 1/4 കപ്പ് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇതാക്കുക. മൊസറല്ല ചീസ് നന്നായിട്ട് അലിഞ്ഞു വന്നു ഉറപ്പ് വരുത്തിയാൽ ഇതിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉപ്പിട്ട് കുറച്ച് ഓയിലും ചേർത്ത് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഏത് ഷേപ്പിലുള്ള പാസ്തയെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ്. ഇതൊന്ന് തിക്കനായാലും മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ഉണ്ടാക്കി വെച്ച മിൻസ്ഡ് മീറ്റ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഇതിൽ മിക്സ് ചെയ്യാണ്ട് മുകളിൽ ഒരു ലെയറായിട്ട് കൊടുക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഒരു പുഡിംഗ് ട്രേയിൽ പാസ്ത ഒരു ലെയറും ബീഫ് ഒരു ലെയർ, പാസ്ത ഒരു ലെയർ, ബീഫ് ഒരു ലെയർ, എന്നിട്ട് മേലെ മൊസറല്ല ചീസോ പാർമീസൻ ചീസോ ഷെഡാർ ചീസോ ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. നിങ്ങളൊരു പാസ്ത ലവർ ആണെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.